മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിജയഗാഥ രചിച്ച ജോർജ് കുട്ടിയും കുടുംബവും ദൃശ്യം 3 എന്ന ചിത്രത്തിലൂടെ വീണ്ടും തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ്. റിലീസിന് തൊട്ടു പിന്നാലെ ചിത്രം നേടിയ അത്ഭുതപൂർവമായ ജനപ്രീതിയെക്കുറിച്ച് സംസാരിക്കാൻ ചിത്രത്തിലെ പ്രധാന അണിയറ പ്രവർത്തകർ സോഷ്യൽ മീഡിയ ലൈവിൽ ഒന്നിക്കുകയുണ്ടായി. സംവിധായകൻ ജീത്തു ജോസഫ്, നായിക മീന, മകളായി വേഷമിട്ട എസ്തർ അനിൽ, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എന്നിവരോടൊപ്പം തത്സമയം സംസാരിക്കവെയാണ് മോഹൻലാൽ ചിത്രത്തിന്റെ വിജയത്തിൽ പ്രേക്ഷകർ നന്ദി രേഖപ്പെടുത്തിയത്. തിയേറ്ററുകളിൽ ചിത്രം കണ്ടിറങ്ങിയ കാണികളുടെ പ്രതികരണങ്ങൾ തങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നുണ്ടെന്നും ഇതൊരു മികച്ച ജന്മദിന സമ്മാനമായി തനിക്ക് അനുഭവപ്പെടുന്നുവെന്നും ലാലേട്ടൻ വൈകാരികമായി കൂട്ടിച്ചേർത്തു. ചിത്രത്തിന്റെ റിലീസിന് ശേഷം ഉണ്ടായ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു നിമിഷം ലാലേട്ടൻ ഈ ലൈവ് ചർച്ചയ്ക്കിടയിൽ പങ്കുവയ്ക്കുകയുണ്ടായി. സിനിമ കണ്ടു കഴിഞ്ഞ ഉടനെ സ്ക്രീനിൽ മകളായി അഭിനയിച്ച നടി എസ്തർ അനിൽ അതീവ വൈകാരികമായി തന്റെ അരികിലേക്ക് ഓടിയെത്തുകയും കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തുവെന്ന് മോഹൻലാൽ വെളിപ്പെടുത്തി. തനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അഭിനന്ദനവും അംഗീകാരവുമായിരുന്നു ആ കണ്ണീരെന്നും ഒരു മികച്ച പിറന്നാൾ സമ്മാനമാണ് സംവിധായകൻ ജിത്തു ജോസഫ് തനിക്കും പ്രേക്ഷകർക്കും നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യ 2 ഭാഗങ്ങൾ പോലെ തന്നെ ഈ മൂന്നാം ഭാഗവും പ്രേക്ഷകർ ഹൃദയം കൊണ്ട് സ്വീകരിച്ചതിൽ സംവിധായകനോടുള്ള കടപ്പാട് വാക്കുകൾക്ക് അതീതമാണെന്ന് ലാലേട്ടനും. പ്രതീക്ഷകൾക്കും അപ്പുറം ഒരു സിനിമ തിയേറ്ററുകളിൽ എത്തിക്കുക എന്നതൊട്ടും ലളിതമായ കാര്യമല്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ചൊരു വലിയ ചരിത്രമാണ് സൃഷ്ടിച്ചതെന്ന് മോഹൻലാൽ അവകാശപ്പെട്ടു. മുൻപ് 2 ഭാഗങ്ങൾ വൻ വിജയമായ ഒരു ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം ചെറുതല്ല. ചിത്രത്തിന്റെ സസ്പെൻസ് സ്വഭാവവും രഹസ്യങ്ങളും സിനിമ റിലീസായിട്ടും കാത്തു സൂക്ഷിക്കേണ്ടി വരുന്നത് ഇത് ആദ്യമായിട്ടാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇത്തരമൊരു വമ്പൻ പ്രോജക്ട് വിജയകരമായി പൂർത്തിയാക്കാൻ കൂടെ നിന്ന നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് അദ്ദേഹം പ്രത്യേക നന്ദി രേഖപ്പെടുത്തി. ചിത്രത്തിൽ ചില സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന കാര്യം മുൻകൂട്ടി പറഞ്ഞില്ലല്ലോ എന്ന് ലാലേട്ടന്റെ പത്നി സുചിത്ര ചോദിച്ചപ്പോൾ അത്തരം രഹസ്യങ്ങൾ മുൻകൂട്ടി പറയാൻ കഴിയില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കൗതുകരമായ മറുപടി. കേവലം ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന ലേബലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ദൃശ്യം 3 എന്ന് മോഹൻലാൽ അടിവരയിട്ട് പറയുന്നു. ഒരുപാട് വൈകാരിക നിമിഷങ്ങൾ നിറഞ്ഞ ഈ സിനിമയെ ക്രൈം ത്രില്ലർ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് വിളിക്കാനാണ് തനിക്ക് കൂടുതൽ താല്പര്യം. ജോർജ് കുട്ടിയും കുടുംബവും അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും അവരുടെ കുടുംബ ബന്ധത്തിന്റെ ആഴവുമാണ് ഈ ചിത്രത്തിന്റെ യഥാർത്ഥ ജീവൻ. സിനിമകൾ എപ്പോഴും സംഭവിക്കുന്നതാണെന്നും ഒരു സിനിമ വലിയ വിജയമായി മാറണമെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവരുടെയും അത് കാണുന്നവരുടെയും വലിയ അനുഗ്രഹവും പ്രാർത്ഥനയും ആവശ്യമാണെന്നും ലാലേട്ടൻ തന്റെ സംഭാഷണത്തിൽ വ്യക്തമാക്കി. 2013 പുറത്തിറങ്ങിയ ഒന്നാം ഭാഗത്തിൽ തുടങ്ങി കോവിഡ് പ്രതിസന്ധികൾക്കിടയിൽ OTT പ്ലാറ്റ്ഫോമിലൂടെ വന്ന് ജനലക്ഷങ്ങളെ വിസ്മയിപ്പിച്ച 2ാം ഭാഗവും കടന്ന് ഇപ്പോൾ 3ാം ഭാഗത്തിൽ എത്തി നിൽക്കുമ്പോൾ ദൃശ്യം ഒരു വിശ്വസ്ത ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. നിയമത്തിന്റെ കണ്ണുകളെ വെട്ടിച്ച് തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ജോർജ് കുട്ടി നടത്തുന്ന ബുദ്ധിപരമായ നീക്കങ്ങൾ ഇത്തവണയും പ്രേക്ഷകരെ സീറ്റിന്റെ അറ്റത്ത് എത്തിച്ചിരിക്കുകയാണ്. സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ പ്രിയപ്പെട്ടവരായി മാറിയത് കൊണ്ടാണ് ഈ ചിത്രത്തിന് ഇത്രമേൽ ജനപിന്തുണ ലഭിക്കുന്നത്. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ വലിയ സ്വീകാര്യത മലയാള സിനിമയെ ആഗോളതലത്തിൽ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.